ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമികയെ കാണാൻ വേണ്ടി വന്നിട്ട് നയന സങ്കടത്തോടെ പറയുന്നുണ്ട്, നന്ദുവും അനിയും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നന്ദു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാണം വേണ്ട എന്നുള്ള കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് അവൻ നന്ദുവിനെ കാണുന്നത്. അപ്പം അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും കൂടിയിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളെയൊന്നും പോലെ വളഞ്ഞ വഴി കൂടിയല്ല ഞാൻ അനന്തപുരിയിലേക്ക് വരാൻ പോകുന്നത്. വീട്ടുകാരൊക്കെ കണ്ടു ഉറപ്പിച്ചതിന് ശേഷമാണ്. അത് കേട്ടപ്പോൾ സങ്കടത്തോടെ നയനയും പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്. കാരണം ഇനി വരാൻ പോകുന്ന അനാമികയാണ് ആ വീട്ടിൻ്റെ യഥാർത്ഥ മരുമകളെന്ന് എൻ്റെ അമ്മായിയമ്മ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട്, കണ്ടോ ഇതിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനവിടെ വരുന്നത് തീരെ ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ അനിയത്തെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി നിങ്ങൾ തന്നെയായിരിക്കും അനിയെ കൊണ്ട് ഈ ഒരു കളികളിക്ക് കളിപ്പിക്കുന്നത്. അപ്പം തന്നെ നയന പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഇത് ഞാൻ മോൾക്ക് തരുന്ന വാക്കാ. മോൾക്ക് ഇങ്ങനെയൊരു സംശയമുള്ളത് കൊണ്ട് ഇനി ഒരിക്കലും നന്ദുവിനെ കാണാൻ ശ്രമിക്കരുതെന്ന് ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അനാമിക ദേഷ്യത്തോടെയാണ് പറയുന്നത്, ഞാനും അവനും കൂടെ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ കൂടെ ഇരിക്കാൻ ഒട്ടും മനസ്സിലായിരുന്നു. ഒരുപാട് തവണ എന്നോട് കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് മുങ്ങിയത്. ഞാൻ അവൻ്റെ പിന്നാലെ ചെന്ന് നോക്കുന്ന സമയത്ത് അവൻ നന്ദുവിനോട് സംസാരിക്കുകയാണ്. വീണ്ടും നയന റിപ്പീറ്റ് ചെയ്യാണ്, ഞാൻ പറഞ്ഞല്ലോ ഈ കല്യാണം വേഗം തന്നെ നടക്കാതിരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് അറിയാനാ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അവൻ അവളോട് ചോദിക്കുന്നത്? നിങ്ങളല്ലേ അവൻ്റെ ഏട്ടത്തിയമ്മ, നിങ്ങളോട് ചോദിച്ചാൽ പോരെ? അപ്പോൾ നയന വീർപ്പുമുട്ടലോടെ പറയാണ്, ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതലാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. ആ ഫ്രണ്ട്ഷിപ്പാണ് പ്രണയമായിട്ട് മാറിയത്. അനാമിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ അനാമികയെ, എനിക്ക് നിന്നെ ഇനി എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നറിയില്ല. ഞാൻ പറഞ്ഞത് സത്യ, 100% സത്യം. എൻ്റെ അനിയത്തിയുടെ മനസ്സിൽ എനിക്ക് നല്ലൊരു ഫ്രണ്ടിൻ്റെ സ്ഥാനമാണ്. അല്ലാതെ അവർ തമ്മിൽ പ്രേമമൊന്നുമില്ല. ഇനി ഞാനിത് മാറ്റി പറയുവാണെങ്കിൽ നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. നയന അവസാന വാക്കെന്നോണം തന്നെയാണ് അനാമികയോട് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത്. കാരണം അനാമിക അത്രത്തോളം വിശ്വസിപ്പിക്കണം എന്നുള്ളത് അവളുടെ ആവശ്യമായിരുന്നു. അതേസമയം അനിയും നന്ദുവിൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ കൂടെ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പറയുന്നുണ്ട്, നന്ദുവിൻ്റെ ഇപ്പോഴത്തെ വിഷമത്തിന് കാരണം നിന്നോടുള്ള പ്രണയം തന്നെയാണ്. അവൾ അത്രയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അനിയും പറയാണ്, അങ്ങനെയെങ്കിൽ അതിനേക്കാളും ഒരുപാട് കൂടുതൽ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് നേരിട്ട് ഞാൻ അവളോട് പറഞ്ഞതാ, പക്ഷേ എന്നിട്ടും കൃത്യമായിട്ട് അവൾ ഇതുവരെ ഒരു മറുപടി തന്നിട്ടില്ല. അത് അളിയൻ്റെ മാരേജ് ഫിക്സ് ചെയ്തതുകൊണ്ടാണ്. അന്ന് അളിയൻ അവളോടുള്ള ഇഷ്ടം ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ, അത് പറയാൻ വേണ്ടി ഞങ്ങൾ അളിയൻ്റെ വീട്ടിലേക്ക് പോയതാ നയനേച്ചിയോട് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്ന് നന്ദുവിൻ്റെ അമ്മ അവിടെ വെച്ചിട്ട് ഞങ്ങളെ പറഞ്ഞു വിടുകയായിരുന്നു. അപ്പോൾ അനി പറയുന്നുണ്ട്, നന്ദുവിൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, എടാ നന്ദുവിൻ്റെ 2 ചേച്ചിമാർ നിൻ്റെ ഏട്ടത്തിമാരാ. അവിടുത്തെ അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ടായിരിക്കും നന്ദുവിനെയും കൂടെ അങ്ങോട്ടേക്ക് വിടണ്ട എന്ന് നന്ദുവിൻ്റെ അമ്മ തീരുമാനിച്ചത്. അനിയും വിഷമത്തോടെ പറയുന്നുണ്ട്, അതിനേ വഴിയുള്ളൂ. അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് നന്ദുവിൻ്റെ അമ്മ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എടാ നീ ഇത് നയനേടത്തിയോട് പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല. നയനേടത്തിയോട് നീ ഈ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അവർ ഈസി ആയിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തേനെ. എന്താണെന്നറിയില്ല, പലപ്പോഴും ഇത് പറയണം തോന്നും, പക്ഷേ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പേടിയാവുക. എന്തായാലും ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാൻ എന്തായാലും നന്ദുവിനെ കാണാൻ പോവുക. അവൾ എൻ്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വിവാഹം നടന്നിരിക്കും. ഇനിയിപ്പോൾ രജിസ്റ്റർ മാരേജ് ആയാലും ശരി. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? വീട്ടുകാരെ വിഷമിപ്പിക്കുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്, പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ സ്വന്താക്കിയിട്ടില്ല പിന്നെ എന്ത് ജീവിത എന്നൊക്കെ അനി ഇങ്ങനെ അവരോട് പറയാണ്. എന്തായാലും ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. കാണണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവൾ പുറത്തേക്ക് വരില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇടിച്ചു കയറി ആ വീട്ടിലോട്ടേക്ക് ചെല്ലും. അനി വേഗം തന്നെ നന്ദുവിനെ വിളിക്കുകയാണ്. അതിനുശേഷം അവളെ കാണാൻ പോകുന്ന സമയത്തൊക്കെ അനിയുടെ മനസ്സിലുണ്ട്, ഇന്നത്തോടെ ഈ കാര്യത്തിനൊരു തീരുമാനമാക്കണം. ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്താക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം. അവർ തമ്മിൽ എപ്പോഴും മീറ്റ് ചെയ്യാറുള്ള ആ ഒരു കൂൾബാറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് നന്ദു അനിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അല്ല, കൂട്ടുകാരോട് പറഞ്ഞത് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അപ്പം നന്ദു ചോദിക്കുകയാണ്, അതിന് ഞാനെന്താ കൂട്ടുകാരോട് പറഞ്ഞത്? അല്ല, നന്ദുവിൻ്റെ മനസ്സിലെന്താണെന്ന് അവരോട് പറഞ്ഞിരുന്നല്ലോ. അതിന് ഞാൻ എൻ്റെ മനസ്സെന്താണെന്നൊന്നും അവരുടെ മുന്നിൽ തുറന്നു കാണിച്ചിട്ടില്ല. നന്ദു കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അവരെന്താ പറഞ്ഞതെന്ന് പറ. ഞാൻ നിന്നോട് പറഞ്ഞതിനുള്ള മറുപടി നീ അവരോട് പറഞ്ഞില്ലേ, നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. അത് കേട്ടതും നന്ദുവിൻ്റെ മനസ്സിൽ വരുന്നത് കരഞ്ഞുകൊണ്ട് നയന പറഞ്ഞ വാക്കുകളാണ്. ഒരു കാരണവശാലും അനി നിൻ്റെ മനസ്സിലുണ്ടാവരുത്. സാവകാശം അവനെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റണം. എന്ന് മാത്രമല്ല, അവൻ നിന്നെ കാണാൻ വരുവാണെങ്കിൽ നീ ശക്തമായി പ്രതികരിക്കണം. ആ ഓർമ്മകളിലാണ് നന്ദു ഉണ്ടായിരുന്നത്. അപ്പം അനി ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ഒരിക്കലും അവരോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അനിയോടും പറഞ്ഞിട്ടില്ല. വീണ്ടും അനി പറയാണ്, എങ്കിലും എനിക്കറിയാം നിൻ്റെ മനസ്സ്. ഒരിക്കലും അറിയില്ല, നന്ദു പറയാണ്. ശേഷം അനിയുടെ മുഖത്ത് നോക്കാതെ അവൾ പറയാണ്, അനിയുടെ മനസ്സെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതറിഞ്ഞപ്പോൾ മുതലാ ഞാൻ ഡെസ്പായത്. എന്ന് മുതലാ അനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായത്? നമ്മൾ നല്ല സുഹൃത്തുക്കളെ പോലെയല്ലേ നടന്നിരുന്നത്? പിന്നെ എപ്പോഴാണ് അനി എന്നെ പ്രേമിച്ച് തുടങ്ങിയത്? അനാമികയുമായിട്ടുള്ള അനിയുടെ വിവാഹം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ കല്യാണവും ഉടനെ നടക്കും. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് ഞാൻ ഇടിച്ചു കയറി വരുമെന്ന് തോന്നിയോ?
അപ്പം വിഷമത്തോട് അനി ചോദിക്കുന്നുണ്ട്, അനാമികയും ഞാനും തമ്മിലുള്ള വിവാഹം ഫിക്സ് ചെയ്തത് കൊണ്ട് നീ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണല്ലേ? അപ്പം നന്ദു പറയുന്നുണ്ട്, അനിയെ ഞാൻ ഒരിക്കലും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അനിക്ക് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനമാണ്, അതിനി മാറ്റി പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. അപ്പം അനി സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു മനോഭാവമാണ് നിനക്കെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നന്ദു. അപ്പം നന്ദു പറയുന്നുണ്ട്, എൻ്റെ 2 ചേച്ചിമാർ അനന്തപുരിയിലെ മരുമക്കളാണ്, അവരുടെ ജീവിതത്തിന് പോലും ഒരു ഉറപ്പില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ വീട്ടിലെ മരുമകളായിട്ട് കയറി വരുമെന്ന് അനി കരുതിയെങ്കിൽ അത് അനിയുടെ മണ്ടൻ ചിന്തകളായിട്ടേ ഞാൻ കാണൂ. അനിയുടെ മുഖത്ത് നോക്കുന്തോറും നന്ദുവിന് സങ്കടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ മുഖത്ത് നോക്കി താൻ പറയുന്നത് മുഴുവൻ കള്ളാണെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. ആ സമയത്ത് നന്ദു പറയാണ്, നിറഞ്ഞ മനസ്സോടെ അനാമികയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതാണ് നല്ലത്. അനന്തപുരിയിലെ മരുമകളായി വരാൻ എനിക്കൊരു അർഹതയുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ സുഹൃത്തായി കണ്ട ഒരാളെ ഭർത്താവായി കാണാൻ എനിക്കൊരിക്കലും പറ്റില്ല. നന്ദുവിൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു, പക്ഷെ അതവൾ അനിയെ അറിയിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുകയാണ്. അപ്പം നിറഞ്ഞ കണ്ണുകളോട് അനി ചോദിക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ഇക്കാര്യം മുമ്പേ നിനക്കെന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനി വിഷമിക്കുമെന്ന് കരുതിയാ അന്നൊന്നും ഒന്നും പറയാതെ അനിയെ ഒഴിവാക്കിയത്. എന്തായാലും അനാമികയുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തില്ലേ, അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മാറുമെന്ന് കരുതി. എന്നാൽ ഇപ്പോൾ അത് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അനി വിളിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അനി വിഷമത്തോട് ചോദിക്കുകയാണ്, അപ്പോൾ നിൻ്റെ കൂട്ടുകാർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നു. അവൾ പറയാണ്, അവർ കരുതിയത് ഞാനും അനിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാ. ഇപ്പോൾ അനിയുടെ കല്യാണം അനാമികയുമായി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ സങ്കടമായിരുന്നു എനിക്കെന്നാ അവർ വിചാരിച്ചത്. ആ ധാരണ ഞാൻ മാറ്റിക്കോളാം, പക്ഷേ ഇനി ഒരിക്കലും എന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത്. അത് പറഞ്ഞ് അനാമികയുമായിട്ടുള്ള കല്യാണം മുടക്കുകയും ചെയ്യരുത്. അനിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നമ്മൾ രണ്ടുപേരും ശ്രമിച്ചേ പറ്റൂ. അതുകൊണ്ട് അനാമികയ്ക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ഞാൻ അനിയുടെ ഫ്രണ്ടാ, ഭാര്യയാവേണ്ടത് അനാമികയാ. അങ്ങനെ മനസ്സിനെ വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അവിടുന്ന് പോവുകയാണ്. ആദർശ് ആകെ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് മുത്തശ്ശൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഒരു വിഷമം? നീ നയനമോളോട് ഉടക്കിയോ? മോള് പിണങ്ങിയിട്ടാണോ ഇവിടുന്ന് പോയത്? അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അവൾ മുത്തശ്ശനോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടെ ആരോടും പറയാതെ മോള് പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആദർശ് പറയാണ്, ഞാൻ അവളുടെ വീട്ടിൽ വിളിച്ചായിരുന്നു, പക്ഷേ അവൾ അവിടെ എത്തിയിട്ടില്ല. എത്തിയില്ലേ? പിന്നെ മോൾ എങ്ങോട്ടാണ് പോയത്? നിന്നോട് പറയാതെ പോയെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. മുത്തശ്ശ, സത്യമായിട്ട് വഴക്കൊന്നും ഉണ്ടായിട്ടില്ല. അവൾ വീട്ടിൽ പോയി നിന്നപ്പോൾ ഞാനല്ലേ തിരികെ വിളിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പരിഹസിച്ചിരിക്കുകയാണ്. അങ്ങനെ നയനമോൾക്ക് അഹങ്കാരം കൂടിയെന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് നീ വിചാരിച്ചേക്കണം. തിരിച്ചു വിളിക്കരുത്. ആരും അങ്ങനെ വിളിക്കണമെന്ന് നിന്നെ പ്രഷർ ചെലുത്തുന്നില്ലല്ലോ. അപ്പോൾ ആദർശ് പറയാണ്, എന്തായാലും അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അത് നമുക്ക് മോശമല്ലേ? മോശമോ? അല്ല, അയലത്തുകാരും ബന്ധുക്കളും ഒക്കെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പിണങ്ങിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ മുത്തശ്ശ. അപ്പം അദ്ദേഹം ചോദിക്കുകയാണ്, നീ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നിനക്ക് വേണ്ടിയിട്ടാണോ അയലത്തുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയിട്ടാണോ? എടാ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതം നശിക്കുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. നിനക്ക് ഇത്തരം ചിന്തകളൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്ത് പറ്റി? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുക മുത്തശ്ശ. ഒട്ടും മാറിയിട്ടില്ല. കുടുംബജീവിതത്തിൽ നീ ഇപ്പോഴും മൈനസ് മാർക്കിൽ നിൽക്കുവാണ്. നീ എല്ലാ അർത്ഥത്തിലും എന്നെ അനുകരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്, പക്ഷേ കുടുംബജീവിതത്തിൽ ഞാൻ പൂർണ്ണമായും വിജയിച്ചു എന്നാണ് നിന്റെ മുത്തശ്ശി പറയുന്നത്. അതുപോലെ നയനമോള് നിന്നെക്കൊണ്ട് പറയണം, എങ്കിലേ നീ പൂർണ്ണമായും വിജയിക്കുള്ളൂ. വിവാഹബന്ധം വേർപെടുത്തിയവരെ ഈ ലോകം അംഗീകരിക്കില്ല. അതിനേക്കാൾ ഉപരി ഈ ലോകത്ത് ഒരിക്കലും ആണും പെണ്ണും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആണിന് മുകളിലല്ല പെണ്ണും, പെണ്ണിന് മുകളിലല്ല ആണും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയതിനു ശേഷം ആദർശ് വിചാരിക്കുന്നുണ്ട്, ഇവളിത് എവിടെയാണ് പോയത്? പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, വെറുതെ മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട്. ഗോവിന്ദൻ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് നന്ദു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അദ്ദേഹം നന്ദുവിനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നയനമോൾ എന്തിനാ കാണണമെന്ന് പറഞ്ഞതെന്ന്. അപ്പം നന്ദു പറയുകയാണ് വിഷമത്തോടു കൂടി, അത് അച്ഛൻ നയനടുത്ത് തന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. അവൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് കനക വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾ ചോദിക്കാൻ തന്നെ ആയിരിക്കും അല്ലേ വിളിച്ചത്. നന്ദുവിന് കൂടുതൽ സമയം അയാളെ അഭിമുഖീകരിക്കാനാവാത്തതുകൊണ്ട് തന്നെ നന്ദു വേഗം മുറിയിലേക്ക് കയറി പോവുകയാണ്. പക്ഷേ മുറിയിലെത്തിയത് നന്ദു പൊട്ടിക്കരയാണ് ബെഡിൽ വീണിട്ട്. നന്ദു അങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുന്ന സമയത്ത് ഗോവിന്ദനും ഒത്തിരി സങ്കടമാവുന്നുണ്ടായിരുന്നു. അതേസമയം അനന്തപുരിയിൽ അനി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദുവിൻ്റെ വാക്കുകൾ തന്നെയാണ് ഓർക്കുന്നത്. ഒരിക്കലും ഞാൻ അനിയെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ എന്നും ഒരു നല്ല സുഹൃത്തിൻ്റെ സ്ഥാനം തന്നെയാണ് എനിക്കുള്ളത്. അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കാരണം ഒരിക്കലും നന്ദുവിൻ്റെ അടുത്ത് നിന്ന് അവൻ അങ്ങനെ ഒരു കാര്യമായിരുന്നില്ല പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം പൂജാമുറിയിലാണ് ആദർശ് ഉണ്ടായിരുന്നത്. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വിഘ്നേശ്വര, ഭഗവാനെ മോടി പിടിപ്പിച്ചതാണ് എൻ്റെ ഭാര്യ. അങ്ങനെ തുടങ്ങിയതാണ് പരിചയം. അത് വിവാഹത്തിൽ കലാശിച്ചു. ഇപ്പോൾ അവൾ ഭഗവാനെ പോലെ എൻ്റെ മനസ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൾ മടങ്ങി വരണേ. അതിനുശേഷം വിഘ്നേശ്വരന് മുന്നിൽ നിന്നിട്ട് ആദർശ് ഏത്തിടുകയാണ്.
അത് കണ്ടുകൊണ്ടാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശിനോട് അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സമയത്ത് പൂജാമുറിയിൽ കയറിയത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഏയ് ഇല്ല. പിന്നെ നീ എന്തിനാ ഭഗവാന്റെ മുന്നിൽ ഏത്തയിട്ടത്? അത് അമ്മയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിഷമിപ്പിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ. അതിന് പ്രായശ്ചിത്തായിട്ട് ഭഗവാന്റെ മുന്നിൽ ഏത്തയിട്ടതാ. അത് കേട്ടതും ദേവയാനിക്ക് ഒത്തിരി സന്തോഷമാവാണ്. നീ ഇപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അനുവാദം ഇല്ലാതെയാണ് നീ അവളെ അവളുടെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനിപ്പോൾ എന്നോടൊന്നും പറയാതെയാണ് അവളുടെ വീട്ടിലോട്ടേക്ക് പോയത്. ഇനി അവിടെ തന്നെ താമസിക്കുമോ എന്ന് അറിയില്ല. അത് കേട്ടതും ദേവയാനിയുടെ ഉള്ളിൽ ടെൻഷനാവാണ്. ഈശ്വര, അങ്ങനെയെങ്കിൽ ജോലി ചെയ്ത് ചാവുമല്ലോ. അപ്പോൾ ദേവയാനി കുറച്ച് ദേഷ്യത്തോടെയാണ് ചോദിക്കുന്നത്, അവളെന്താ നിന്നോട് പറയാതെ പുറത്തേക്ക് പോകുന്നത്? മുത്തശ്ശിയും മുത്തശ്ശനും ഇവിടെ ഉള്ളതുകൊണ്ട് അവളെ തിരിച്ചു വിളിക്കുമെന്ന് അവൾക്കറിയാം. അതാ അവളുടെ ധൈര്യം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ ആണിനെ പോലെ സംസാരിക്കാനും പെരുമാറാനും പഠിക്കണം. നീ കുറച്ചും കൂടി നന്നായിട്ട് ബോൾഡായിട്ട് നിൽക്കണം. അത് കേട്ടത് ആദർശ് പറയുന്നുണ്ട്, ഞാൻ ബോൾഡായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അവൾ ഇവിടെ ഇല്ലാതിരുന്ന ഈ വീട്ടിലെ പല കാര്യങ്ങളും കുഴപ്പത്തിലാവുമെന്ന് എനിക്ക് മനസ്സിലായി. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അമ്മേ, ആ സമയത്തൊക്കെ അമ്മയ്ക്ക് അടുക്കളയിൽ എന്തുമാത്രം കഷ്ടപ്പാടായിരുന്നു. രാത്രിയിൽ തലവേദന കാരണം ഉറക്കം പോലും ഇല്ലായിരുന്നു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എങ്കിലും ഞാൻ അതൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അമ്മേ, ഇതൊരു ചെറിയ വീടല്ല. ഇവിടെ 2-3 ജോലിക്കാർക്ക് ചെയ്യാനുള്ള പണിയുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നത്, ഞാനും ജലജയും ഉണ്ടല്ലോ. പിന്നെ അപ്പച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നോക്കുമ്പോൾ എപ്പോഴും അമ്മ മാത്രമാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനല്ലേ അപ്പച്ചി വരാറുള്ളൂ, അല്ലാതെ വലിയ പണിയൊന്നും അപ്പച്ചി ചെയ്യാറില്ലല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ അമ്മ ജോലി ചെയ്യുന്നത് നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സെർവൻറ്റിനെ വെച്ച് തന്നാൽ പോരെ? അപ്പം ആദർശ് പറയാണ്, ആ മീനാക്ഷി ചേച്ചി ഉണ്ടല്ലോ, അവൾ വേണ്ട. അല്ലാതെ ഇനി പുറത്തു നിന്ന് ആരെങ്കിലും വെക്കാൻ മുത്തശ്ശനും മുത്തശ്ശിയും അനുവദിക്കുന്നു തോന്നുന്നില്ല അമ്മേ. അമ്മ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ചിലപ്പോൾ മുത്തശ്ശി കയറിയെന്ന് വരും. ഇളയമ്മ കല്യാണം വിളിക്കാൻ പോകുന്നത് കൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും അടുക്കളയിൽ കയറാൻ ഇളയമയെ കിട്ടുന്നു തോന്നുന്നില്ല. നയന ഇനി മടങ്ങി വരത്തില്ലെന്നോ മറ്റോ പറഞ്ഞോ? ദേവയാനി ചോദിക്കുകയാണ്. അതൊന്നും അറിയില്ല. എവിടെയൊക്കെ പോയതെന്നും അറിയില്ല. വരാതിരുന്ന അത്രയും നല്ലത്. ദേവയാനി ആളാവാൻ നോക്കുകയാണ്. പക്ഷെ ആദർശ് പോയതും അവരുടെ ഉള്ളിലും ടെൻഷൻ ആവുന്നുണ്ട്. ഇനി നയന മടങ്ങി വരാതിരിക്കുമോ എന്ന് പേടിച്ചിട്ട്. അതേസമയം നന്ദു മുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ലൈം ജ്യൂസായിട്ട് വന്നിട്ട് ഗോവിന്ദൻ അത് കുടിക്കാൻ നിർബന്ധിക്കുകയാണ്. പക്ഷെ നന്ദു വേണ്ടാന്നൊക്കെ പറയുമ്പോഴും ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളൊന്നും കഴിച്ചിട്ടില്ലെന്നറിയാം, അതുകൊണ്ട് ഇത് കുടിക്ക്. അച്ഛന് വേണ്ടി അവളത് വാങ്ങിക്കുകയാണ്. അപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, നയനമോൾ എന്തിനാ വിളിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും അനിയുടെ കാര്യം പറയാൻ തന്നെ ആയിരിക്കും. നയനമോള് മോളെ വേദനിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഒരിക്കലും ചേച്ചി വേദനിപ്പിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ചേച്ചി പറയേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരു കാരണവശാലും ഞാൻ അനിയെ പറ്റി ചിന്തിക്കില്ല. മോളുടെ ചേച്ചി പറയുന്നതിന് മുമ്പ് ഞാനും കനകയും ചേർന്ന് മോളോട് ഒരുപാട് തവണ പറഞ്ഞതല്ലേ, മോളുടെ പോക്ക് ശരിയല്ലെന്നും പറഞ്ഞതല്ലേ. അപ്പോഴും നന്ദു പറയുന്നുണ്ട്, അവിടെ ഞാൻ മാത്രമല്ല അച്ഛ കുറ്റക്കാരി. അനിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. എന്നിട്ടും അവൻ എനിക്ക് പിന്നാലെ വന്ന അനിയുടെ ഭാഗത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കണ്ട, അയാൾ നന്ദുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അനി പിന്നാലെ നടന്നപ്പോൾ മോൾ ഒഴിഞ്ഞു മാറി പോവായിരുന്നു വേണ്ടത്. ഇനിയിപ്പോൾ ആ കല്യാണത്തിനൊക്കെ പങ്കെടുക്കാൻ എനിക്ക് വലിയ പ്രയാസമായിരിക്കും അച്ഛാ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ മാറി നിൽക്കരുത്. നയനമോളും നവ്യമോളും അവിടെ വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം അവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു ഫംഗ്ഷനാണിത്. ആ സമയത്ത് മോൾ അങ്ങോട്ടേക്ക് പോവാതിരുന്ന മോളുടെ ഉള്ളിലും അനിയോട് പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് അവൻ തെറ്റിദ്ധരിക്കും. അനാമികയും അങ്ങനെ തന്നെ കരുതും. ആ കൊച്ചിനാണെങ്കിൽ മോളെ ഭയങ്കര സംശയവുമാണ്. അതൊക്കെ അന്നത്തെ ദിവസം ഇല്ലാതാക്കണം. ഒരു സങ്കടവും മോളുടെ മുഖത്തുണ്ടാവരുത്. അന്നത്തെ ദിവസത്തോടു കൂടി അനാമികയുടെ മനസ്സിലുള്ള എല്ലാ സംശയവും മാറണം. നന്ദുവിന് കണ്ണീര് നിയന്ത്രിക്കാനാവുന്നില്ല. അതിനുശേഷം അവൾ പറയുന്നുണ്ട്, അതിനെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ. അത് കേട്ടതും അയാൾക്കും നല്ല ടെൻഷൻ ആവുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.